ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. നമ്മൾ ചാലിയത്ത് നിന്ന് പുറപ്പെട്ട് ഇന്നലെ വൈകുന്നേരം കോഴിക്കോട് എത്തിയതാണ്. അതിനുശേഷം ഇവിടെ വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ചുള്ള ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടതിന് ശേഷം ഇന്നലെ വളരെ വൈകിയാണ് കിടന്നുറങ്ങിയത്. ഈ ഭാഗത്താണ് നമ്മൾ കിടന്നുറങ്ങിയത്. അതുപോലെ തന്നെ കുഞ്ഞിനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചിട്ടുണ്ട്. അവൾ കിടന്നുറങ്ങുവാണ്. രാവിലെ ഇറങ്ങാനുള്ള ഒരു ഇതൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും വകവയ്ക്കാതെ അവളെ കൂട്ടി തന്നെ കിടത്തിയിരിക്കുകയാണ്. ആളിവിടെയുണ്ട്. ഒരു ചെറിയ ദേഷ്യത്തിലൊക്കെ കിടക്കുക. പതിയൊന്ന് ഇറക്കണം. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ എക്സർസൈസിങ്ങിനുള്ള ആളുകളൊക്കെ ഉണ്ട്. വാക്ക് ആണ്. വാക്ക്വേയിലൂടെ ധാരാളം ആളുകൾ പോകുന്നത് കാണാം. അപ്പോൾ രാവിലെ കടൽ തീരത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. വള്ളങ്ങളൊക്കെ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ശാന്തമായി തീരത്തേക്ക് അണയുന്ന തിരമാലകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്നലെ വൈകിട്ട് മുഴുവൻ ഇവിടെ ജനസാഗരമായിരുന്നു. ഒരു വെളുപ്പിനോടുകൂടിയാണ് എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞത്. അപ്പോൾ ഞാൻ കുഞ്ഞിനെ ഒന്ന് കടപ്പുറത്തോട്ട് ഇറക്കാം. അവളെ രാവിലെ നടത്താൻ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പതിയെ അവളെയായിട്ട് കടപ്പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിലെ CSI പള്ളി കാണാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ആ പുരാതനമായ അതിമനോഹരമായ ആ CSI പള്ളി. അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാധനയൊക്കെ കഴിഞ്ഞ സമയമാണ്. ഇത് കത്തീഡ്രലാണ്, കത്തീഡ്രൽ പള്ളിയാണ്. ആ പുരാതന വാസ്തുശില്പകലയിൽ നിൽക്കുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ ഈ പള്ളിയിൽ നിന്നും നമ്മൾ സ്ക്വയറിലേക്ക് പോവുകയാണ്.
കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ആളുകളുടെ വാക്കുകളുടെ കടയാണ്. നമ്മൾ ചവിട്ടുകളിൽ വേറൊരു സൈഡിലെത്തി. ഇത് കോസ്റ്റ് റോഡാണ്. കോടതി മുറിച്ച് പറഞ്ഞോ. അപ്പോൾ ഇന്നത്തെ യാത്ര കാപ്പാട് കടപ്പുറത്ത് എത്തി നിൽക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം നിസ്കാരത്തിൻ്റെ സമയം ബാങ്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാപ്പാട് കടപ്പുറത്തുള്ള ഒരു കുട്ടികൾക്കുള്ള ഒരു പാർക്കാണിത്. ഇതിലെ പ്രവേശന ഫീസ് 25 രൂപയാണ്, ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് 3-4 പുലിമുട്ടുകൾ കടലിലേക്ക് ഇറക്കിയിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ആ പുലിമുട്ടിലൂടെ നമുക്ക് നടന്നു വന്ന് കടലിൻ്റെ അടുത്ത് വന്ന് കടലിനെ കാണുവാൻ സാധിക്കും. ഇത് ധാരാളം കല്ലുമ്മക്കായ് പറിച്ചതിൻ്റെ പാടുകളൊക്കെ ഈ കല്ലിൻ്റെ മുകളിൽ കാണാം. ഇവിടുത്തെ പ്രധാന വരുമാനം തന്നെ കോഴിക്കോടിൻ്റെയും വടക്കൻ ജില്ലകളുടെയും കടൽ തീരത്തെ പ്രധാന വരുമാനം തന്നെ കല്ലുമ്മക്കായുടെ ഒരു വിപണനമാണ്. അപ്പോൾ കടലിൻ്റെ ഉള്ളിലേക്കെന്ന് പറയുമ്പോൾ തീരത്തിൽ നിന്നും കുറച്ച് ദൂരേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും ഈ പുലിമുട്ടിലൂടെ. അതായത് കണ്ടോ, തൊട്ട് താഴെ കടലാണ്. ഒരു 30-40 മീറ്ററോളം ഞാനിപ്പോൾ കടലിൻ്റെ ഉള്ളിലാണെന്ന് പറയാം. അപ്പോൾ വലിയ തിരയില്ലാത്ത സമയമാണിപ്പോൾ. പക്ഷേ ആ ഭാഗത്തൊക്കെ തിരയുണ്ട്. അത് നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു വളവ് തിരിവ് മൂലമുള്ള ഒരു ഇതാണ്. ഇവിടെ ഉള്ളിലോട്ട് കടൽ കയറി വരാം. അവിടെ പുലിമുട്ട് ഇറക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് തിര നന്നായിട്ട് അവിടെ അടിക്കുന്നുണ്ട്. ആ വീടുകളുടെയും റിസോർട്ടുകളുടെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടിയാണത്. നിരനിരയായിട്ട് തെങ്ങ് നിൽക്കുന്ന ഒരു സൗന്ദര്യം നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. നിറയെ കായ്ച്ച് കിടക്കുന്ന തെങ്ങുകളാണ്. അതിനുശേഷം ഈ പാർക്കാണ്. ഒരു 100 മീറ്റർ 150 മീറ്ററോളം നീളത്തിൽ ഈ പാർക്ക് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് പ്രൈവറ്റ് പാർക്കുകളൊക്കെ ഉണ്ട്. പറങ്കികൾ വന്നിറങ്ങിയ മണ്ണ്, അതാണ് നമ്മുടെ ഈ കാപ്പാട്. പോർച്ചുഗലിൽ നിന്നാണ് കശുമാവ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അത് ആദ്യം വന്നത് ശ്രീലങ്കയിലും പിന്നീട് ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്കും വന്നു എന്നാണ് പറയപ്പെടുന്നത്. പണ്ടുകാലത്ത് ശ്രീലങ്കയും ഇന്ത്യയുമെല്ലാം ഒരേ ഭൂപടത്തിലായിരുന്നതിനാൽ അതിനെ വേർതിരിച്ച് കണ്ടിരുന്നില്ല. അപ്പോൾ കാപ്പാട് വന്നിറങ്ങിയ ആൾ ശ്രീലങ്കയിൽ പോയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ശ്രീലങ്കയിൽ എങ്ങനെയാണ് ആദ്യമായിട്ട് കശുവണ്ടി വരുന്നത്. അപ്പോൾ അവിടെ വന്നതിന് ശേഷമായിരിക്കണം ആ വ്യക്തി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അതായത് വാസ്കോഡ ഗാമ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അത് ഉപഭൂഖണ്ഡവും ഇത് പ്രധാന ഭൂഖണ്ഡവും ആയതുകൊണ്ട് ഇതിനെ ആയിരിക്കും അറിയപ്പെട്ടത് പിന്നീട്. എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ. നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കി, അങ്ങനെ ആകാൻ വഴിയില്ലേ? അല്ല പിന്നെ എങ്ങനെയാണ് ശ്രീലങ്കയിൽ ആദ്യമായിട്ട് കശുമാവിൻ തോട്ടം വന്നു എന്ന് പറയുന്നത്? അപ്പത്തെ ഇതാണ് വാസ്കോഡ ഗാമ വന്നു എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു സ്തൂപം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല. വാസ്കോഡ ഗാമ ലാൻഡഡ് ഹിയർ കപ്പക്കടവ് ഇൻ ദ ഇയർ 1498. ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരാണ് കാവുങ്കര. ആ
ഇനിയിപ്പോൾ ഈ റോഡ് തന്നെ നേരെ പോയാൽ പോലെ നമ്മുടെ ബാലുശ്ശേരിയൊക്കെ കയറാം. താമരശ്ശേരിക്കാണ് നേരെ പോവാം. ജനസേക്ക് അവിടെ നിന്ന് പിന്നെ നേരെ വിട്ട് കഴിഞ്ഞാൽ ഒരു ഹൈവേ പോയി കയറും. അതാ നടുവുണ്ട്. അതുകൊണ്ട് റൈറ്റ് പോയാൽ നേരെ ഉള്ളേരി, ഉള്ളേരിന്ന് ലെഫ്റ്റ് പോയാൽ നേട്ടാണ്. ഉള്ളേരി ഉപയോഗിക്കാം. ഉള്ളേരിന്ന് ലെഫ്റ്റ് പോയായിട്ടാണ്. താമരശ്ശേരി കയറി നേരെ പോയി മാനന്തവാടി അല്ലെങ്കിൽ ഇവിടെ വൈത്തിരി പോയിട്ട് നമുക്ക് വയനാട് ഫുള്ള് കറങ്ങും. പിന്നെ പറയണ്ടേ എല്ലാവരും ഒന്ന് കയറി കണ്ടിട്ട് പോയില്ല പിന്നെ കാര്യമില്ല. ചാനൽ യൂട്യൂബ് ജോപ്പൻ്റെ യാത്ര. അപ്പോൾ നമ്മൾ താമരശ്ശേരിയിലേക്കുള്ള യാത്രയിലാണ്. ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലും തെങ്ങിൻതോപ്പും കവുങ്ങുംതോപ്പും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വാഴയൊക്കെ വെക്കുന്ന സമയമാണ്. ഇപ്പോൾ ബാലുശ്ശേരി താമരശ്ശേരിക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രാമത്തിലൂടെ കയറിയത്. പയ്യോളി ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയത്. അതിനുശേഷമാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ഏകദേശം 7 മണിയായി അവിടുത്തെ കംഫർട്ട് സ്റ്റേഷൻ തുറന്നപ്പോൾ. അതുകൊണ്ട് 7:15 ആയപ്പോഴാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ അങ്ങാടി ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. വേറെ പെങ്ങളെ കെട്ടിച്ചിരിക്കുന്നത് ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ നമ്മുടെ ആറുമാനൂർ റൂട്ടിലാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ താമരശ്ശേരി പോവുകയാണ്. ഇന്ന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാളത്തേക്ക് നമുക്ക് ചുരം കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ യാത്ര തുടരുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് വെള്ളമൊക്കെ എടുത്ത് അങ്ങാടി ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറയുകയാണ് പൈസ വേണം. അതാണ് പറയുന്നത് ഞങ്ങളൊക്കെ ഏറ്റുമാനൂരാണ് കിട്ടിയിരിക്കുന്നതെന്ന്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ ജോലി വിടുകയാണ്. ഇവിടെ ധാരാളം കാർഷിക നഴ്സറികളുണ്ട്. കൂടുതലും കവുങ്ങൻ തൈകളാണ്. അത്രത്തോളം ഇടവേളയായിട്ടാണ് ഇവിടെ കൃഷികളല്ല, കൃഷി രീതികളല്ല, ഇടവേള കൃഷികളാണ്. എല്ലാ കൃഷിയും കൂടി ചേർന്ന് വെച്ചു. ഒന്നേന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്ന് കാട്ടി നടക്കും. തേങ്ങയൊക്കെ പറിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറിയിട്ട് തന്നെ ഇറക്കാം കേട്ടോ. അങ്ങനെയായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയിട്ടില്ല. കാറ്റായിട്ടുള്ള റോഡ് കിട്ടിയാലേ ഉള്ളൂ അവിടെ ഇറക്കി ഓടിക്കാൻ പറ്റും. അടുത്തന്നെ പറമ്പ് കഴിഞ്ഞു
ഇതിലൂടെ പോകും. പണ്ടത്തും ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇവിടെ ടൗണിൽ ഫുള്ളായിട്ട് വീടിലേക്ക് എത്തിക്കുന്നു. കാവുന്തറ യു പി സ്കൂളിൽ ഹെഡ് മിസ്റ്റേഴ്സ് ഒക്കെ കൂടെ വന്ന് നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. എന്നെയും കുഞ്ഞിനെയും സ്കൂളിൽ കുട്ടികളെ ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോവുകയാണ്. എല്ലാവരും പോവുകയാണ് കേട്ടോ. എല്ലാവരും പക്കാ പോവുകയാണ്. രണ്ട് വർഷം കൊണ്ട് യാത്ര യാത്ര ചെയ്തു. 4 മാസമായി കേരളത്തിൽ മാത്രമേ